ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. ഇതിനായിട്ട് 1.5 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നെല്ലിക്ക നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ സ്റ്റൗവിൽ വെക്കാം. ഇപ്പോൾ 2 വിസിലൊക്കെ പോയി ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നെല്ലിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നെല്ലിക്ക ഏത് രീതിയിൽ പാചകം ചെയ്താലും ഇതിലുള്ള പ്രോട്ടീനും നാരുകളൊന്നും നഷ്ടപ്പെടില്ല എന്നാണ് പറയാം കേട്ടോ. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ചൂടാറിയിട്ട് ഞാനിതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമുക്ക് എത്ര മാസങ്ങൾ വേണമെങ്കിലും പുറത്ത് വെക്കാവുന്നതേ ഉള്ളൂ. സാധാരണ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. ഒരു 25-30 വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ആരോഗ്യം കൂടെ നമ്മൾ നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. എളുപ്പത്തിനായിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അടിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് 2 ഭാഗങ്ങളായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. ഒട്ടും അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ ഇതിങ്ങനെ ഒന്ന് നിർത്തി അടിച്ചു കൊടുത്തപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെല്ലിക്ക എന്ന് പറയുന്നത് പോഷക സമൃദ്ധമായിട്ടുള്ളൊരു ഐറ്റമാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഡൈജസ്റ്റ് എളുപ്പത്തിലാക്കാനും സ്കിന്ന് നല്ല ഹെൽത്തി ആക്കാനും അതുപോലെ മുടിയൊക്കെ വളരാനും നന്നായിട്ട് മുടിയുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു മുടി നല്ല ഉള്ളോട് കൂടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്ക ഡെയിലി ഒന്നും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഭയങ്കര മടിയായിരിക്കും. അതിൻ്റെ ടേസ്റ്റ് ഒന്നും മിക്കവാറും ആർക്കും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും ഡെയിലി ഒന്നും കഴിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് 2 തവണയാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളമൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഞാൻ ഒരുപാട് സമയം ഇതിങ്ങനെ വഴന്ന് വരുന്നതൊന്നും കാണിക്കുന്നില്ല. ഇടയിൽ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാവുന്നത് വരെ ഈ ഒരു രീതിയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ 1-2 ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 25 ഡേറ്റ്സ് കുരുകളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ബീറ്റ്റൂട്ടും എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് എനിക്ക് നല്ല പഴുത്ത ഡേറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വേഗം അരഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 കിലോ വരെ ഡേറ്റ്സ് എടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ചൂടുവെള്ളം ഒരു 1/4 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് അടിച്ചെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി വെള്ളമൊന്നും ഇതിൽ വേണ്ട. അപ്പോൾ ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു ലൂസ് മാത്രമേ വേണ്ടുള്ളൂ. നമ്മുടെ ഡേറ്റ്സും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇടയിലൊക്കെ നമ്മുടെ നെല്ലിക്ക ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ 2 കൂട്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്തൊന്നും നമ്മളിതിൽ വെളിച്ചെണ്ണയോ നെയ്യോ ബട്ടറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സാധാരണ നമ്മൾ എന്തുണ്ടാക്കി എടുക്കുകയാണെങ്കിലും അതിന് ഒപ്പത്തിനൊപ്പം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ മിക്സിയുടെ ജാറ് ചുഴറ്റി ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇഷ്ടമാണ് നെയ്യ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് നമുക്ക് ഈ ഒരു സമയത്തൊക്കെ ഇടയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിഭാഗം ഒന്നും അധികം ഇങ്ങനെ പിടിക്കുന്ന പോലെ ഒന്നും ഫീൽ ആവാതെ നമുക്ക് പെട്ടെന്ന് തീയൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഇങ്ങനെ ഇളക്കി വരട്ടിയെടുക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ കോൺഫ്ലോറോ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പ്ലെയിൻ ആയിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഒരു സമയം മതി. അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിയിട്ട് അടിഭാഗം കരിഞ്ഞു പോവാതെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. വെള്ളം വറ്റി വന്നാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ സമയത്ത് മാത്രം കുറച്ച് സമയം എടുത്ത് ചെയ്യാം. നമുക്കിത് പുറത്ത് വെച്ച് തന്നെ ഒട്ടും ചീത്തയാവാതെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഓൾമോസ്റ്റ് ഇത് 3ഉം കൂടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇളക്കാൻ കുറച്ച് പാടായിരിക്കും, കാരണം നമ്മളിതിന് നെയ്യൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ നെയ്യോ ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കും. മസാലാസ് ഒരു പക്ഷെ
ഇതൊന്നും കഴിക്കാൻ പറ്റാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതാ നന്നായിട്ട് ഇളക്കിയെടുത്തത് ഇപ്പോൾ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര വേണ്ടുള്ളൂ. ഇനി ഇത് ചീത്തയാവാതെ നമ്മൾക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ഏതാണ്ട് ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും പൊട്ടാഷ്യം മഗ്നീഷ്യം ഒക്കെ ഉള്ളതാണ് ഡേറ്റ്സും ബീട്രൂട്ടും. സൂപ്പർ ഫുഡ് എന്ന് തന്നെ പറയാം കേട്ടോ. വൈറ്റമിനും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ എത്ര വേണേലും നമ്മളുടെ ശരീരത്തിന് കിട്ടും. അപ്പം ഇത് ഒരുപാട് രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മധുരം ഉണ്ടാവില്ല. നെല്ലിക്കയുടെ ടേസ്റ്റ് കുറച്ച് ഇങ്ങനെ ഒന്ന് നല്ലോണം എടുത്ത് നിൽക്കും കേട്ടോ. ഡേറ്റ്സിന് നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ ഇത് ഡെയിലി കാലത്തോ വൈകിട്ടോ ഭക്ഷണത്തിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്കിത് ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് പുറത്ത് വെക്കാം കേട്ടോ. വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മുടി പൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഞാനിതൊക്കെ മാസങ്ങളായിട്ട് ഇത് വീട്ടിലുണ്ടാക്കി വെക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് കഴിയുന്തോറും നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ഏതൊരു അസുഖം ഉള്ളവർക്കും ഇതൊക്കെ ധൈര്യത്തിൽ കഴിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളിതിൽ ശർക്കരയോ പഞ്ചസാരയോ എണ്ണയോ ഓയിലോ ചേർത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് എടുത്തു വെക്കുന്നത്. ഞങ്ങൾ 4 പേരും വീട്ടിലിത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് പാലൊക്കെ കുടിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുള്ള ഒരു നല്ലൊരു പരിഹാരമാണ് കേട്ടോ. ഒട്ടും തന്നെ എണ്ണയൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു തരം ഫുഡ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഭക്ഷണം ലിമിറ്റിൽ കഴിക്കണേ. ഇത് വെയിറ്റ് ലോസ് എടുക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ. ഇത് കഴിച്ചെന്ന് വിചാരിച്ച് തടിയൊന്നും കൂടില്ല, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. അപ്പോൾ പ്രായഭേദമന്യേ കുട്ടികൾക്കും വലിയവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചവനപ്രാശം വളരെ ഈസി ആയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ സ്പൂൺ വെച്ച് കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാൻ മറക്കരുത്.